പാലക്കാട്ടെ എം.എൽ.എ. ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരേണ്ടെന്ന നിലപാടിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ. DCC ജനറൽ സെക്രട്ടറി VK ശ്രീകൃഷ്ണനും ഷൊർണൂർ INTC മണ്ഡലം സെക്രട്ടറി വിനോദ് കല്ലായിയുമാണ് രാഹുലിന്റെ രാജി ആവശ്യം ഉന്നയിച്ചത്. അതേസമയം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെയും CPMന്റെയും തീരുമാനം. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ VS-നോട് ചോദിച്ചറിയാം. ഗോകുൽ, പാലക്കാട്ടേക്ക് രാഹുലിനി വരേണ്ടതില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് പാലക്കാട്ടെ MLA ആയി തുടരാൻ രാഹുലിന് യോഗ്യതയില്ല എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ രാഹുൽ ഇപ്പോഴും അടൂരിലെ വീട്ടിൽ തന്നെ തുടരുകയുമാണ്. അപ്പോൾ ഈ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടൊപ്പം തന്നെ ആദ്യം രാജിവെക്കേണ്ടിയിരുന്നത് MLA സ്ഥാനമായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു വാദം. അപ്പോൾ പാലക്കാട്ടുകാരുടെ അവരുടെ ഒരു മനോനില എങ്ങനെയാണ്? ഈ രാഹുലിനെ അങ്ങോട്ടേക്ക് ഇനി എത്തിക്കേണ്ട എന്നാണ് മിക്ക ആളുകളും പറയുന്നത്, രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത്. അതായത് പാലക്കാട് കോൺഗ്രസിൽ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗവും അല്ലാത്തൊരു വിഭാഗവും. അതിൽ നമുക്കിപ്പോൾ പ്രകടമായി കാണാവുന്ന ചില പ്രതികരണങ്ങൾ, ഒന്ന് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള VK ശ്രീകൃഷ്ണനാണ്. ഈ ഒരു DCC ജനറൽ സെക്രട്ടറിയാണ്. VK ശ്രീകൃഷ്ണനാണ് ഒരു പരാമർശവുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്, രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണം, മറ്റു പാർട്ടിക്കാർ എന്ത് ചെയ്തു എന്നുള്ളതിലല്ല, അത് കണ്ടല്ല കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും ചെയ്യേണ്ടത്, അത് കോൺഗ്രസിന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകണം, അതുമായി മുന്നോട്ട് പോയി രാഹുൽ രാജിവെക്കണം, അതിനുശേഷം അഗ്നിശുദ്ധി വരുത്തിയതിനു ശേഷം രാഹുലിന് തിരികെ വരാം എന്നുള്ളതാണ് VK ശ്രീകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. മറ്റ് പാർട്ടിക്കാർ എന്ത് ചെയ്തു എന്ന് നോക്കി ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മോശമാണ്. മുൻപ് എന്ത് ചെയ്തു, ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്നല്ല നോക്കേണ്ടത്, മറ്റ് കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ വരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ആ ഒരു ആഘാതം കുറച്ചുകൊണ്ട് രാഹുൽ രാജിവെച്ച് ആ ഒരു കൃത്യമായ മാതൃക പാലിക്കണമെന്നുള്ളതാണ് VK ശ്രീകൃഷ്ണൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ഷൊർണൂരിൽ നിന്നുള്ള DCC ജനറൽ സെക്രട്ടറിയാണ്. മറ്റ് നേതാക്കളും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് അതിന് പിന്തുണയും അറിയിക്കുന്നുണ്ട്. ഏതായാലും പാലക്കാട് BJPയിൽ ഒരു രണ്ടഭിപ്രായമുണ്ട്. രാഹുൽ രാജിവെക്കണമെന്നും വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ, അതായത് പണ്ട് ഷാഫിയെ പിന്തുണച്ച ഒരു വിഭാഗം ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരാണ്. അവരുടെ അഭിപ്രായത്തിൽ രാഹുൽ അത്തരത്തിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പരാതി വരട്ടെ, അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളതാണ്. അതേസമയം തന്നെ മറുവിഭാഗം ഇതിൽ രാഹുലിന്റെ ഒരു രാജി ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ രാജിവെക്കണമെന്നുള്ള ഒരു നിലപാട് തന്നെ DCCയിലെ ഒരു വിഭാഗത്തിനുമുണ്ട്.